ബാംഗ്ലൂരിൽ ഊബറിന്റെ ഓപ്പർച്യൂണിറ്റി ഇത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നിങ്ങളൊക്കെ പോലത്തെ ആളുകളെ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഇത് മൊത്തം നിങ്ങളെ വണ്ടിയാണോ? മൊത്തം ഞങ്ങളെ ബാംഗ്ലൂർ ഊബർ ഓടാൻ വെച്ചിരിക്കുന്ന വണ്ടിയാണ്. ഓ അടിപൊളി അടിപൊളി. ഇത് എങ്ങനെ നിങ്ങൾ കൊടുക്കുന്നത്? റെന്റ് ബേസ് ആണോ അതോ സാലറി ബേസ് ആണോ? ഇതിപ്പോ ഞങ്ങൾ നിലവിലിപ്പോ സാലറി വൈസ് അല്ല, റെന്റ് വൈസ് ആണ് കൊടുക്കുന്നത്. റെന്റ് ബേസ് കൊടുക്കുന്നത്. സാലറി വൈസ് എന്ന് പറയുമ്പോൾ അതിലൊരു 25-30 രൂപ കിട്ടും. അതിലിപ്പോ ഞങ്ങൾ ഫുഡിന് തന്നെ ആവുമ്പോ അപ്പൊ അവരെ ബാംഗ്ലൂർ ചെലവൊക്കെ കുറച്ച് വരുമ്പോ പ്രത്യേകിച്ച് ഒന്നും കിട്ടാണ്ടാവില്ല അല്ലെ? റെന്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ സ്കീം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? റെന്റ് ആണെങ്കിൽ ഇപ്പോ നമുക്ക് 12 മണിക്കൂർക്ക് റെന്റ് 400 വരും. 400 രൂപ റെന്റ്. 12 ഷിഫ്റ്റ് 4 മണി ടു 4 മണി ടു 4 മണി വരെ ഉള്ള ഷിഫ്റ്റിന് 12 മണിക്കൂർ. പിന്നെ റൂം കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും? അതല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലെ? അപ്പൊ നിങ്ങളെ ഓഫീസ് കാര്യങ്ങളൊക്കെ എവിടെ വരും? നിങ്ങളെ റൂം കാര്യങ്ങളൊക്കെ? അതെല്ലാം ബമ്മനള്ളി മടിവാള സൈഡ് വരും. മടിവാള ബൊമ്മനള്ളി സൈഡിലാണ് വരുന്നത്. ബ്രോ, ഇപ്പോ ഊബർ അറിയാലോ, ഞാൻ ഊബറിന്റെ വീഡിയോ ഒക്കെ മുമ്പ് ഒരു ടീമിന് വേണ്ടി ചെയ്തപ്പോഴൊക്കെ കുറെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് പേരെ കമന്റിലൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ട്, ഊബർ ഓടിച്ച പൈസ കിട്ടൂല, പറ്റിപ്പാണ് കാര്യങ്ങൾ. പക്ഷെ എനിക്ക് അങ്ങനെ മൊത്തമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇവിടുന്ന് ഊബർ ഓടിച്ച് ക്യാഷ് ഉണ്ടാക്കുന്ന കുറെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു സത്യാവസ്ഥ എന്താ? സംഭവം അല്ലെങ്കിൽ ഇവിടെ 12 മണിക്കൂർ കറക്റ്റാ പണിയെടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള ക്യാഷ് അവർക്ക് കിട്ടും. ക്യാഷ് ഓടുന്നവർക്ക് ക്യാഷ് കിട്ടുന്നുണ്ട് എന്നാണ് ഞാനും അറിഞ്ഞിട്ടുള്ളത്. ഓടുന്നവർക്ക് ഇപ്പൊ എന്റെ അണ്ടറിൽ ഒരു സ്റ്റാഫ് ഉണ്ട്, അവരുടെ ഒരു ഏണിങ്സ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അവരിപ്പോ ജോയിൻ ചെയ്തിട്ട് ആകെ 1 മാസമേ ഉള്ളൂ. ഒരു 1 മന്ത് 1 മന്ത് ആയുള്ളൂ. 1 മന്ത് ആയുള്ളൂ. അപ്പൊ ഏണിങ്സിന്റെ കാര്യങ്ങൾ ഇതെല്ലാം ഒരു 12 മണിക്കൂർ എടുത്ത് ഷിഫ്റ്റിൽ ഉണ്ടാക്കിയ ക്യാഷ് ആണ്. ഇത് 10 മണിക്കൂറിൽ 3500. 3581. പിന്നെ 10 മണിക്കൂറിന് 4000 രൂപ. കഴിഞ്ഞ ഫ്രൈഡേ 3313. തേഴ്സ്ഡേ ആണെന്ന് 3600. ഇപ്പൊ ഒരു 3500 രൂപ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് CNG കാര്യങ്ങള് ഫുഡ് എല്ലാം കൂടി കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1000. അല്ലല്ല, ഇതിലിപ്പോ എങ്ങനെയായാലും ഞങ്ങൾക്ക് ഈ വണ്ടി റെന്റ്, പിന്നെ റൂം, പിന്നെ ഈ CNG ഈ കാര്യങ്ങളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ, ഫുഡിനെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഡെയിലി ഒരു 1500-1600 ചെലവുണ്ടാവും. അത് കഴിച്ചിട്ട് 3500 3000 ഓടിക്കഴിഞ്ഞാൽ നമുക്ക് 1000-1500 എന്തായാലും. ഇപ്പൊ ഇതിന്റെ കണക്ക് നോക്കിയാൽ തന്നെ ഈ കഴിഞ്ഞ ആഴ്ച 24,000 രൂപ ഉണ്ടാക്കി. അതിലിപ്പോ എങ്ങനെ പോയാലും ഒരു 10-12,000 രൂപ എങ്ങനെയും കിട്ടും. അതിപ്പോ ഉടായിപ്പെന്ന് പറയുന്നെങ്ങോ ഇവിടെ ഓടിക്കോണുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാവും. എല്ലാം മനസ്സിലാവും. അത് 12 മണിക്കൂർ കറക്റ്റാ പണിയെടുത്താല് അത് എന്തായാലും അത്ര കിട്ടും തന്നെ. അപ്പൊ നിങ്ങൾ ഊബർ ഓടിക്കാൻ ഇവിടെ റെഡിയാണ്, നിങ്ങൾക്ക് ആ ഒരു ഡ്രൈവിംഗിന്റെ പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബാണ് ഈ ഒരു ഊബർ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവരുടെ അടുത്ത് ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആണ്. എന്തൊക്കെ വേണ്ടത് അതിന്? ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡ് മാത്രം മതി അല്ലെ? ഊബർ ഓടിക്കാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.